രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിനുള്ള ചർച്ചയിൽ രാഹുൽ ഗാന്ധിയുടെ കന്നി പ്രതിപക്ഷ നേതാവ് പ്രസംഗം വളരെ വൈറലായി നമുക്കറിയാം. മുനയ്ക്ക് കൊള്ളുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, കൃത്യമായ ആശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മോഡിക്ക് കൃത്യമായ മറുപടി മാത്രമല്ല, മോഡിയോടുള്ള ചോദ്യങ്ങൾ ഇന്ത്യൻ ജനതയുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ചോദ്യങ്ങളാണ്. അത് നിരവധി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ അത് ഒറ്റപ്പെട്ട ഒരു പ്രസംഗമായിരുന്നില്ല എന്നാണ് ബജറ്റിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. എല്ലാ മാധ്യമങ്ങളും വളരെ ഗൗരവത്തിലാണ് ആ പ്രസംഗം ഇട്ടത്. അദ്ദേഹം ചോദിച്ച ചോദ്യം പഴയ പ്രസംഗത്തിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അദ്ദേഹം വന്നത്. ഭയത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലാകെ. BJP-കാരെ നിങ്ങൾക്കും ഭയമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന ചോദ്യം. അത് മുതൽ തുടങ്ങിയിട്ട് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ചക്രവ്യൂഹത്തിൽ, മഹാഭാരതത്തിൽ പത്മവ്യൂഹവും ചക്രവ്യൂഹവും ഉണ്ടാക്കി അഭിമന്യുവിനെ കൊന്നതുപോലെ നിങ്ങൾ വ്യൂഹമുണ്ടാക്കി ജനങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ കാതൽ. അതിൽ അദ്ദേഹം പറഞ്ഞത് കർഷകരുടെ കാര്യമാവാം, ആദിവാസികളുടെ കാര്യമാവാം, ദളിതരുടെ കാര്യമാവാം, അതുപോലെ ഇടത്തരക്കാരുടെ കാര്യമാവാം. ഓരോ കാര്യങ്ങളും ഒന്നൊന്നായി എടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എങ്ങനെയാണ് നിങ്ങൾ ജനങ്ങളെ ചക്രവ്യൂഹത്തിന് അടിമപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്, ഭീതിപ്പിടിച്ച് നിർത്തിയിരിക്കുന്നത്. ജനാധിപത്യത്തിൽ ഭീതിയില്ല, ധൈര്യത്തോടെ ആരെയും പേടിപ്പിക്കാതെ നിലനിൽക്കുക എന്നതാണ് ജനാധിപത്യത്തിന്റെ കാതൽ എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾ. ഉന്നയിച്ച വിവിധ വിഷയങ്ങൾ നമ്മൾ എടുത്താൽ അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വന്നത് ഈ പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത്ര ബാധിക്കുകയും, അങ്ങനെ വരുമ്പോൾ ഈ യുവാക്കളെ മുഴുവൻ അഗ്നിവീർ തുടങ്ങിയ തട്ടിപ്പുകളിൽ പങ്കെടുപ്പിക്കുകയും അതിന്റെ ഫലമായി അവർക്കൊരു സുരക്ഷാ പദ്ധതി പോലും ഇല്ലാതിരിക്കുകയും, ബജറ്റിൽ അഗ്നിവീറിനെ കുറിച്ച് വലിയ വാചകം അടിച്ചിട്ട് ഒന്നും നീക്കിവെക്കാൻ അവരുടെ ആളുകൾക്ക് നീക്കിവെക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം ഉന്നയിച്ച ഒരു ചോദ്യം. കർഷകരെ എങ്ങനെ വഞ്ചിച്ചു, എന്തുകൊണ്ടാണ് BJP തങ്ങളുടെ മുൻ വാഗ്ദാനം ഈ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് അത് നിയമപരമായി ബാധ്യതയാക്കും എന്ന ആവശ്യം എന്തുകൊണ്ടാണ് ഉയർത്താതിരുന്നത് എന്ന് ചോദിച്ചു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും ദേഷ്യം പിടിപ്പിച്ച പരാമർശം രസകരമാണ്. പത്മവ്യൂഹം സൃഷ്ടിക്കുന്നതിൽ ആരൊക്കെയാണ് കൂടെ നിന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മോഡി, അമിത്ഷാ, അതുപോലെ രാജ്നാഥ് സിംഗ്, മോഹൻ ഭാഗവത്, പിന്നെ അംബാനി, അദാനി. ഇത് പറഞ്ഞതോടുകൂടി പാർലമെന്റിൽ ബഹളമായി. നിയമപ്രകാരം സ്പീക്കർ ഉന്നയിച്ചു, സഭയിൽ ഇല്ലാത്ത ഒരാളുടെ പേര് സഭയിൽ പറയാൻ പാടില്ല എന്നതാണ് കാര്യം. ആ നിയമപരമായ പ്രശ്നം ഉന്നയിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ നിയമപരമായ പ്രശ്നമാണെങ്കിൽ എനിക്ക് സ്പീക്കറെ കുഴപ്പത്തിലാക്കിക്കൊണ്ടൊരു ചോദ്യം ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ABC എന്ന് പറയട്ടെ. ABC എന്ന് പറഞ്ഞാൽ അംബാനി, B അദാനി, അങ്ങനെ വേണമെങ്കിലാവാം, മോഹൻ ഭാഗവത് വേറെ ആവാം. അപ്പൊ എന്തായാലും അത് വലിയ ചർച്ചയായി. അതിനിടയ്ക്ക് പാർലമെന്ററി കാര്യമന്ത്രി എഴുന്നേറ്റിട്ട് ഇതിനെതിരായി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി വളരെ രസകരമാണ്. നിങ്ങൾക്ക് എന്തായാലും അവരെയൊക്കെ Aയും BAയും ഒക്കെ രക്ഷിക്കേണ്ട പണി നിങ്ങൾക്ക് ചുമതലയുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇടപെട്ടത് എനിക്ക് മനസ്സിലാവും. കാരണം നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. കാരണം അവരാണ് ചക്രവ്യൂഹം ഉണ്ടാക്കി ജനങ്ങളെ ഇങ്ങനെ കുഴപ്പത്തിലാക്കുന്നത്. ഓരോ നയങ്ങളെക്കുറിച്ചും, നികുതി വരുമാനങ്ങളെക്കുറിച്ചും, വിദ്യാഭ്യാസത്തിനുള്ള നീക്കിയിരിപ്പിനെ കുറിച്ചും ഒക്കെ ഒന്നൊന്നായി കണക്കുകൾ വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വെച്ചത്. അതിലും പ്രധാനമായി ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയ ആളുകളുടെ പട്ടിക എടുത്തു. ഈ പട്ടികയിൽ ഒരു പിന്നോക്കക്കാരനോ ഒരു ദളിതനോ ഒരു ആദിവാസിയോ ഇല്ലാതിരുന്ന എന്തുകൊണ്ട് എന്ന ചോദ്യം ഇവരെ വല്ലാതെ കുഴക്കി കളഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ജാതി സെൻസസ് വേണമെന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ഈ ബജറ്റ് രേഖ ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവരെ ഉൾപ്പെടുത്താത്തത്? ആരുടെ താല്പര്യങ്ങളാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? ഇത് വളരെ ഷാർപ്പായ ഒരു ചോദ്യമാണ്. മോഡിയെ സംബന്ധിച്ചിടത്തോളം, BJP-യെ സംബന്ധിച്ചിടത്തോളം, NDA-യെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, NDA നിങ്ങൾ 2 സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുത്തു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ആന്ധ്രയ്ക്ക് പോലും അലോട്ട് ചെയ്തത് അത്ര വലിയ തുകയല്ല എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുക. ലോൺ എടുത്തിട്ട് ആന്ധ്രയുടെ വികസനം നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലോൺ വികസനമാണ് പറയുന്നത്, അല്ല പൈസ കൊടുത്തിട്ടല്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, അതിന് നേട്ടം കിട്ടാൻ പോകുന്നത് സാധാരണ ജനങ്ങൾക്കല്ല, നിങ്ങൾ വലിയ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും, അതുകൊണ്ട് വീണ്ടും ABC തുടങ്ങിയ ആളുകൾക്ക് തന്നെയാണ് അതിന്റെ ഗുണം കിട്ടുന്നത് എന്നുകൂടി പറഞ്ഞതോടെ, പദ്ധതികൾ തുറന്നു കാട്ടിയതോടെ വലിയ പ്രതിഷേധമായി. പ്രതിഷേധം യഥാർത്ഥത്തിൽ വലിയ തോതിൽ അദ്ദേഹം വിളിച്ചു വരുത്തിയതാണ്. വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ ആ പ്രതിഷേധം വരണം. കാരണം വല്ലാതെ പൊള്ളുന്നു ഭരണകക്ഷി ബെഞ്ചുകൾക്ക് എന്ന് നമുക്ക് ബോധ്യമായി. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ റോളും. അദ്ദേഹം പോയ സ്ഥലങ്ങളെക്കുറിച്ച്, അദ്ദേഹം റെയിൽവേ തൊഴിലാളികളെ കണ്ടതിനെ കുറിച്ച്, മറ്റ് നിരവധി കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ചു. കർഷകരെ കണ്ടതിനെ കുറിച്ച് പരാമർശിച്ചു. ഇതൊക്കെ പരാമർശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പൊള്ളുന്നത് ഭരണകൂടത്തിനാണ്, ഭരണകക്ഷികൾക്കാണ്. അവരതുകൊണ്ട് ഈ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷേ ധീരമായി
ഓരോ ചോദ്യത്തിനും കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ടും അതിനേക്കാളേറെ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുമാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. ആ പ്രസംഗം വീണ്ടും ഒരിക്കൽ കൂടി രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ജനങ്ങളുടെ മനസ്സിലെ സ്ഥാനം സ്ഥിരപ്പെടുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം.